മാന്യപ്രേക്ഷകരെ നമസ്കാരം. ഇന്ന് തൃശ്ശൂരാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചണ്ടാള ബാബാജിയുടെ ആശ്രമത്തിലാണ് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം പോണ വഴിയാണ്. അപ്പൊ അതുകൊണ്ട് ബാബാജിയോട് കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് മറ്റൊന്നുമല്ല ബാബാജി അറിയേണ്ടത്. അതിനു മുമ്പ് നമസ്കാരം. നമസ്തേ നമസ്തേ. ബാബാജിയെ നമുക്കറിയാം, വിനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ നടൻ, അതുപോലെ ഒരു റാപ്പർ, എന്നാൽ ഇന്ന് റാപ്പറാണോ എന്നുള്ള സംശയത്തിലേക്ക് എത്തി നിൽക്കുന്ന വേടൻ എന്ന് വിളിക്കുന്ന കിരൺ ദാസ്. ഈ രണ്ട് വ്യക്തികളുടെ ഒരു വിഷയം കത്തി നിൽക്കുകയാണ്. അത് രണ്ടുപേരെയും നമ്മൾ കൂട്ടിയിണക്കുന്നത് ദളിത് ആക്ടിവിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം അധസ്ഥിത വർഗം CPM എപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യമാണ്, അടിച്ചമർത്തപ്പെട്ടവരുടെ അത്തരത്തിലുള്ള ഒരു ജനതയുടെ ആചാര്യൻ കൂടിയാണ് അങ്ങ്. അത് നമുക്ക് വിനായകനിൽ തുടങ്ങാം. ഈ വിനായകൻ എന്തുകൊണ്ടായിരിക്കാം ബാബാജി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അയാൾ മദ്യപിച്ചിട്ടാണോ മറ്റുള്ളതൊക്കെ മാറ്റിവെക്കാം, എന്നിരുന്നാലും അയാൾക്ക് ബുദ്ധിക്കുറവൊന്നുമില്ല, എന്തുകൊണ്ടായിരിക്കാം ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടുകയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ വരികയാണ് അയാൾ? എങ്ങനെയാണ് ബാബാജി ആ ഒരു വിഷയം കാണുന്നത്? നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ വലിയ വിഷമമാണ്. കാരണം നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയിൽ ചില ആളുകൾക്ക് മാത്രമാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ടൊക്കെ വിദ്യാഭ്യാസമായിട്ടൊക്കെ ഉയരാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ട് അതിനെ വേണ്ടവണ്ണം മനസ്സിലാകാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇന്നലത്തെ എന്തെങ്കിലും കാര്യത്തിന്റെ ഈർഷ്യം വെച്ചുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയാ ഒരു മാനസികമായിട്ട് അവനവൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചില കാര്യങ്ങൾ. കാരണം കാലം കുറെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും സമൂഹം എല്ലാവരും നമുക്കെല്ലാം ചെയ്തോളണമെന്നില്ല. അതിൽ പല സമുദായത്തിലുള്ള ആൾക്കാരും പല രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മളുടെ വ്യക്തിത്വം, നമ്മളിപ്പോ പങ്ക് നമ്മൾ കാണാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ വരുന്നു, വരാത്തവരും ഉണ്ടായിരിക്കും, കുറ്റം പറയുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ ഈ കുറ്റം പറയുന്നവരെയും വരാത്തവരെയും നോക്കാതെ വന്നവരെ നോക്കിക്കൊണ്ട് അതില് ജാതിയും ഭേദവും ലിംഗവും ഒന്നും കാണുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സമൂഹം എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഇവരൊക്കെ ഈ ദലിത്, ആദിവാസി അല്ലെങ്കിൽ പട്ടികജാതി എന്നൊക്കെ പറയുമ്പോൾ അത്തരം ആളുകളുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ കൂടി തനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ പലപ്പോഴും അദ്ദേഹം എന്താ പറയാ ഈ മദ്യപിച്ച് ചില വീഡിയോസ് ഒക്കെ നമ്മളും കാണുന്നുണ്ടായി, മറ്റുള്ളവരെയൊക്കെ അനാവശ്യം വിളിക്കുക ഒക്കെ വ്യക്തിപരമായിരിക്കാം, എന്നാൽ പോലും ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അവരൊന്നും കേവല വ്യക്തികളല്ല. അപ്പൊ അതും തന്നെ പൊളിറ്റിക്കലി അവർക്ക് ചിലപ്പോൾ പല ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഒക്കെയുള്ള വിമർശനമൊക്കെ ആയിരിക്കാം. വിമർശനം മറ്റുള്ളവർ നമ്മൾ പോലും പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു മര്യാദ, ഈ മര്യാദ ഇല്ലാണ്ടാകുമ്പോൾ ഉണ്ടാവുന്നത് എന്താ വെച്ചാല് നമ്മൾ പറയും പട്ടികജാതിക്കാരാണ്, അവരോടൊക്കെ ക്ഷമിക്കണം. അത് പറയുമ്പോൾ അങ്ങ് ചോദിക്കാത്തൊരു കാര്യം ഞാൻ പറയും. ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു വിഷയം കണ്ടതാണ്. ഏതോ ഒരു സിനിമാ നടൻ, ഒരു BJP-കാരനൊക്കെയാണ്, അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായ സമയത്ത് രണ്ട് പെൺകുട്ടികൾ വന്നിരുന്നിട്ട് ഞങ്ങൾ പട്ടികജാതിക്കാരാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ അന്നേ, നമുക്ക് മറ്റേ മാധ്യമങ്ങളുടെ ചോദ്യം ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളിവിടെ ആശ്രമത്തിൽ പറഞ്ഞു ഇത് കഷ്ടാവും. കാരണം എന്താ വെച്ചാൽ എന്തിനും പട്ടികജാതി എന്ന് പറയുമ്പോൾ ഈ അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രൊട്ടക്ഷൻ ആണ്. എത്രയും കാലം അനീതി അനുഭവിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി കിട്ടിയതാണ്. 86ത്തെ നിയമമാണത്. അപ്പൊ ആ നിയമത്തിന്റെ ഇത് പിൻപറ്റിക്കൊണ്ട് പട്ടികജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടികളാണ് തെറ്റിയത്. ആ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചവരാരും തന്നെ മറ്റേ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ആ കുട്ടി ഇന്റർകാസ്റ്റിൽ പെട്ട തന്നെയാണ്. ഇന്റർകാസ്റ്റിന് ശരിക്കും പട്ടികജാതിക്കാരുടെ ചെറിയ പ്രിവിലേജ് ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പറയപ്പെടുന്ന ഈ പറയുന്ന സിനിമയുടെ വിനായകനായാലും ശരി, ഇദ്ദേഹമൊക്കെ മദ്യപിച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്ന നേരത്തെ ഇത് സത്യത്തിൽ പട്ടികജാതിക്കാർക്ക് നന്മയോ ശ്രേയസ്സോ അല്ല ഉണ്ടാക്കുന്നത്. അറിയാതെ ഇവർ പറയിപ്പിക്കുകയാണ്, മറ്റുള്ളവർ പറയുകയല്ല. ഈ സമുദായങ്ങളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേസ് എടുക്കും. എന്താ പറയാ, അട്ടയെ പിടിച്ച് മെത്തയെ കിടക്കിയാലും കിടക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇത് അട്ടയല്ല, മെത്ത കുഴപ്പമില്ല. പക്ഷെ ഇവര് പറയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ എങ്ങനെ പോയാലും ഇങ്ങനെയൊക്കെ, ഞങ്ങൾ എന്തും കാണിക്കുക, എന്തും പറയും, ഞങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ കാസ്റ്റ് ഈ അട്രോസിറ്റി കേസ് കൊടുക്കും, നിങ്ങൾ അകത്തു പോകും. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ ഇതിനൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, സമൂഹത്തോട് ഇവരെ ഇത്തരം ആളുകളല്ല ഈ സമൂഹത്തിന്റെ പ്രതിനിധികൾ. ഇനി അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ വിട്ട് കളയുക. കാരണം ഇവർക്കൊന്നും ഒരിക്കലും ഈ അയ്യങ്കാളിയുടെ പേര് പറയുമ്പോഴും അംബേദ്കറുടെ പേര് പറയുമ്പോഴും അവരൊന്നും അനുഭവിച്ച പൊയ്കയിൽ അപ്പച്ചനാവട്ടെ, ശുഭാനന്ദ ഗുരുദേവനാവട്ടെ, ഗുരു ഓമലാവട്ടെ, ഇവരൊന്നും അനുഭവിച്ച യാതനകളും പീഡനങ്ങളും അവരുടെ സഹനങ്ങളും എത്രയാണെന്ന് അറിയില്ല. അതറിയുമായിരുന്നെങ്കിൽ 10 BA-ക്കാരെ കാണണമെന്ന് അയ്യങ്കാളി യജമാനൻ പറഞ്ഞതിന് ആഴം അറിയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ നാട് വിട്ടോടേണ്ടി വന്ന റോസി എന്ന് വിളിക്കപ്പെടുന്ന ആ കുട്ടി അനുഭവിച്ച വേദന അറിയുമായിരുന്നെങ്കിൽ ഇവർ ആ സമൂഹത്തിൽ നിന്ന് മാണിക്യങ്ങളായി മാറും. അതില്ല.
ഇത്രയും രജനീകാന്തിന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ കിട്ടിയ അവസരം, അതിനുശേഷം അദ്ദേഹത്തിന് അത്രയ്ക്കൊരു നല്ല അവസരം വന്നില്ല. എന്തുകൊണ്ടാണ് സ്വയം പുനർവിചിന്തനം ചെയ്യുക? ശേഷിയുണ്ടായി, അഭിനയിക്കാനുള്ള കഴിവുണ്ടായിട്ട് കാര്യമില്ല. അവിടെ മറ്റു ചിലത് കൂടി വേണ്ടതുണ്ട്, ക്യാരക്ടർ. അപ്പൊ ഇപ്പോഴും തന്നെ നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും ആളല്ല, കാരണം ആരെയും കുറ്റം പറയാം. പക്ഷെ മറിച്ച് ഇനിയും ചിന്തിക്കാനുള്ള സമയമുണ്ട്, ചിന്തിക്കണം. ഇല്ലെങ്കിൽ വിഷമാണ്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ട് പട്ടികജാതി എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിരന്തരം പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ വെറുതെ സ്ത്രീകൾ കേസ് കൊടുത്താൽ അവർക്കെതിരെ എന്ന് പറഞ്ഞ പോലെ വെറുതെ അട്രോസിറ്റി ആക്ട് പറയുമ്പോൾ അതിനെതിരെയും ഒരു നിയമം വരേണ്ടതാണ്. വെറുതെ അട്രോസിറ്റി, കാരണം കുറെ ആളുകൾ കുറച്ച് ദിവസമെങ്കിലും ബുദ്ധിമുട്ടുന്നില്ല. അപ്പൊ ഒന്നും ശരിയായ പ്രവണതയല്ല. ഭയങ്കര വിഷമാണ്. എന്താ അല്ലാണ്ട് ഇപ്പൊ നമുക്കറിയാം, എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുകളാണ്, എന്റെ ജാതിയാണോ നിങ്ങൾക്ക് പ്രശ്നം, എന്റെ നിറമാണോ നിങ്ങൾക്ക് പ്രശ്നം, അതല്ലെങ്കിൽ ഞാൻ ഈ ജാതിയിൽ ഈ നിറത്തിൽപ്പെട്ട താഴെ തട്ടിലുള്ള ആളായത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്, ക്രൂശിക്കുന്നത് എന്നൊക്കെ. ഇപ്പൊ വേടൻ എന്ന് വിളിക്കപ്പെടുന്ന കിരൺദാസ് മുരളിയുടെ, അദ്ദേഹം മയക്കുമരുന്ന് കേസിലായാലും ഇപ്പൊ ബലാത്സംഗ കേസിൽ ഒളിവിലാണ് അദ്ദേഹം. മുൻകൂർ ജാമ്യം 18-ാം തീയതി പരിഗണിക്കും. അതുവരെ ഒളിവിൽ തന്നെ ആയിരിക്കും അദ്ദേഹം. ഒരു പക്ഷേ ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ പോലും അതല്ലെങ്കിൽ നിയമപാലകർ പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടോ എന്ന സംശയം പോലും ജനിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം അയാളുടെ കാമുകിയുമായി ബന്ധപ്പെട്ടുള്ള ബർത്ത്ഡേയുടെ ഫോട്ടോസ് ഒക്കെ കാമുകി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നിറത്തെയും ജാതിയെയും ഇങ്ങനെ താഴ്ത്തിക്കെട്ടാനാണോ അതോ ഉയർത്തിക്കാട്ടാനാണോ? നമുക്കറിയാം താഴ്ത്തിക്കെട്ടാനാണ് എന്നുള്ളത്. എന്നിരുന്നാലും ഈ വേടൻ കാട്ടിക്കൂട്ടുന്ന അതല്ലെങ്കിൽ അയാൾ മറ്റാരുടെയൊക്കെ പ്രീതിക്ക് വേണ്ടി പറയുന്ന ഒരു ടൂളായി മാറിയില്ല. എങ്ങനെയാണ് ഈ വേടന്റെ വിഷയത്തെ ബാബാജി? തീർച്ചയായും ഈ കിരൺദാസ് മുരളി അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ. പക്ഷെ അദ്ദേഹം വേടൻ എന്ന് വിളിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വേടൻ എന്നാണ് പറയുന്നത്. ഈ വേടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സംഗീതം, അദ്ദേഹം സംഗീതത്തിലൂടെ ഉയർത്തുന്ന രാഷ്ട്രീയം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സ്വാധീനം. എല്ലാവരും പല രീതിയിലും മുദ്രാവാക്യവും പാട്ടൊക്കെ ഈ ലോകത്തുള്ളതിന്. പക്ഷെ ഒരു പലപ്പോഴും പക്ഷം ചേർന്നുകൊണ്ട് അത് ചില വിഭാഗങ്ങളെ മാത്രം വേദനിപ്പിക്കുന്ന രീതിയിലാകുമ്പോൾ ആ കല എത്രത്തോളം ശരിയാണ്? അപ്പൊ നമ്മളും വിമർശിക്കുന്നുണ്ട്, അങ്ങ് കാണുന്നുണ്ട്, എന്നാൽ പോലും നല്ല വശങ്ങളും പറയുന്നുണ്ട്. ഇതങ്ങനെയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞ വിനായകന്റെ വിഷയം പോലെ തന്നെയാണ് ഇവരൊക്കെ കിട്ടിയിരിക്കുന്ന ഭാഗ്യത്തെ, സൗഭാഗ്യത്തെ മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മൾ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പാട്ടൊന്നും കേട്ടിട്ടില്ല. ഇഷ്ടമാണ്, കാരണം കുട്ടികളൊക്കെ തന്നെ പാടി നടക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റുന്നതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ആ പക്വത കൈകാര്യം ചെയ്യണം. പക്ഷെ അതും ഉണ്ടായില്ല. അപ്പൊ പിന്നെ അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ പൈതൃകങ്ങൾ ഒക്കെ മോശമാണെന്ന് ഇത്തരം ആളുകൾ കരുതുന്നു. ഇന്നലകളിൽ ആരെങ്കിലും എന്തെങ്കിലും ജാതീയമായ ഉച്ചനീചത്വമോ മറ്റതോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അതിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി വിമർശിക്കണം, അതിനെതിരെ നിയമ നടപടി എടുക്കണം. അതിന് നമ്മളെല്ലാവരും ഒപ്പം തന്നെയാണ്. പക്ഷെ ഇതല്ല. ഈ ഒരു ഭാഗം, കാരണം ഇപ്പൊ എന്തിനാ അദ്ദേഹം എന്താ പറയാ, ഈ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഇവിടുത്തെ ഈ രാമനെ അറിയില്ല, രാമൻ കൊലവിളിയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ജയ് ശ്രീരാം വിളിച്ചിട്ട് ചിലപ്പോൾ ആരെങ്കിലും എട്ടാനും കുത്തനും പോയ ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പൊ ഓരോരുത്തരുടെ ഭക്തിയല്ലേ, രാമനല്ലല്ലോ പറഞ്ഞു എന്റെ പേര് വിളിക്കാം. എന്നാൽ ഇതേപോലെ തന്നെ നമ്മളെ ഒരു വീഡിയോ കണ്ടതാണ്. നമ്മൾ അങ്ങേക്ക് അറിയാം, നമ്മൾ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നും ആരും അടച്ചാക്ഷേപിക്കുന്ന ആൾ, എന്നാൽ പോലും ഒരു വീഡിയോയിൽ കണ്ടതാണ് ഒരു ചങ്ങാതി ബസ്സിനുള്ളിലേക്ക് ഓടി കയറുന്നു. ബോലോ തക്ബീർ എന്ന് വിളിച്ചോടി ആൾക്കാരെ കൂടി പോകും. അപ്പൊ നമ്മൾ ഈ ബോലോ തക്ബീർ എന്ന തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ മോശമാണെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ വിളി കേട്ടപ്പോൾ ആൾക്കാർ ഭയക്കുന്നു എങ്കിൽ എല്ലാ മുസ്ലിങ്ങളും പറഞ്ഞില്ലെങ്കിൽ പോലും ISISന്റേതായിരിക്കുന്ന തീവ്രവാദികൾ, ഭീകരവാദികളും അല്ലെങ്കിൽ കാശ്മീരിൽ വന്നിട്ട് ബോംബ് ഇടുന്ന, വെടിവെക്കുന്ന, മതം നോക്കിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ വിളിക്കുന്ന ഒരേ നാമജപമുണ്ട്. ആ നാമജപം അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിയല്ല. കാരണം എന്താ വെച്ചാൽ കലാകാരനാണ്, നിഷ്പക്ഷവാനായിരിക്കണം. അപ്പൊ ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് കുറച്ച് എന്താ പറയാ ഒരു കറക്ഷനും ഒക്കെ വേണ്ടതാണ്. പക്ഷെ അതും കാണുന്നില്ല. ഇവരും പറയുന്നത് വെച്ചാൽ അയ്യങ്കാളിയുടെ പിന്മുറക്കാരനാണ്, അയ്യങ്കാളി തന്നെയാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകൾ. ഇപ്പൊ സമുദായ സംഘടനകൾ പോലും അദ്ദേഹത്തിനൊക്കെ സ്വീകരണം അതൊരു ഇഷ്ടമാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തി രംഗപ്രവേശം ചെയ്യുമ്പോൾ, കുറെ കാലമായിട്ടാണ് രംഗപ്രവേശം, നമ്മളടക്കമുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ നന്നായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. അപ്പൊ എവിടെയാണ് ഇത്? ആ ഒരു കഞ്ചാവ് കേസിന്റെ കാര്യത്തിൽ പിന്നീട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു. കുഴപ്പമില്ല, കഞ്ചാവ് ഇപ്പൊ നമ്മളോട് കഞ്ചാവ് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടായി. പക്ഷെ കേരളത്തിൽ അത് നിയമവിരുദ്ധമാണ്. അത് ചെറുതായിട്ട് കൈവശം വെച്ചാലും വലുതായിട്ട് കൈവശം വെച്ചാലും ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും, പിന്നെ അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു, അതൊരു എന്താ പറയാ, അതാരും മാതൃകയാക്കരുതേ, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുകയുണ്ടായി. പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന സ്ത്രീയുടെ വിഷയത്തിലായാലും ശരിയാണ്, ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ
ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതിന്റെ പ്രശ്നം, ഇവരൊക്കെ ആപത്തിൽ പെടുന്ന നേരത്ത് പട്ടികജാതിക്കാരാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ പട്ടികജാതിക്കാരുടെ സ്വത്വത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്യും നമുക്ക് അറിയുന്നില്ല, അറിയാത്തോണ്ടാണ്, അല്ലാണ്ട് അപ്പൊ ചെയ്യണില്ല എന്നല്ല ഉള്ളത്. കാരണം പട്ടികജാതിയുടെ സ്വത്വമാണെങ്കിൽ പട്ടികജാതിക്കാർക്ക് അവരുടേതായ കൾച്ചറിക്കലി പല കാര്യമുണ്ട്. പാട്ടുണ്ട്, റാപ്പ് പാടണ്ടെന്നല്ല പറയുന്നത്. റാപ്പ് ആയാലും ശരി, പട്ടികജാതി ഇപ്പോ പൊയ്കയിൽ അപ്പച്ചന്റെ ഒരുപാട് വരികളുണ്ട്. ആ വരികളിലൊക്കെ എന്റെ ജനതയെ കണ്ട് അതൊക്കെ ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭക്തിയുണ്ട്. ഈ ഭക്തി ഇല്ലെങ്കിൽ ഒരു വിപ്ലവം, ഒരു മാറ്റത്തിന്റെ ശങ്കുലി കേൾക്കാൻ പറ്റും. ഇവിടെ ആക്ഷേപത്തിന്റെ, ഒരു വൈരാഗ്യത്തിന്റെ, പകയുടെ, വിദ്വേഷത്തിന്റെ, അതുപോലെ തന്നെ എന്താ പറയുക, ശത്രുതയുടെ, ഭിന്നിപ്പിന്റെ സ്വരം മാത്രമാണ് കേൾക്കുന്നത്. അതൊക്കെ ഈ ഈ SC/ST വിഭാഗത്തിലെ ആളുകൾ കൂടി ഒന്ന് വിചാരം ചെയ്യണം. നമുക്ക് അവരുടെയൊക്കെ ഭാഗം നിന്നുകൊണ്ട് പറയുകയാണ്. കാരണം ഈ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ജനതയ്ക്ക് സ്വത്വമുണ്ട്. ആ സ്വത്വത്തിന് വേണ്ടി മുന്നോട്ട് വന്ന് മഹാനായ അംബേദ്കർ പറഞ്ഞ പോലെ ആ രീതിയിൽ എന്താ വെച്ചാൽ ഇവര് വേറിട്ടൊരു ഹിന്ദു ആകുമ്പോഴും വേറിട്ട ഒരു ഹിന്ദു ആണെന്നാണ് പറഞ്ഞത്. ഹിന്ദു ആണെങ്കിൽ വേറിട്ടൊരു ഹിന്ദുവാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ സ്വത്വത്തോടു കൂടി നിലനിന്നുകൊണ്ട് അവരുടെ സംഗീതമായാലും അവരുടെ കലകളായാലും ഇപ്പൊ നമ്മളും കറുപ്പെടുക്കും, വെളുപ്പെടുക്കും, പച്ചടിക്കും ഒക്കെ എടുക്കുന്ന കൂടുതൽ നമ്മൾ കറുപ്പെടുക്കും. വേടനെയൊക്കെ അങ്ങ് കാണുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളെയും കറുപ്പെടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ കറുപ്പ് നമ്മൾ എപ്പോഴും പറഞ്ഞ കറുപ്പ് ഒരു സമുദായത്തിന്റെ യോജിപ്പിക്കുന്ന അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ വെച്ചാല് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇപ്പൊ പൊളിറ്റിക്കലി ഇപ്പൊ എല്ലാവരും പറഞ്ഞു കേട്ടു, ഒരു വേടന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. വേടനം പറയുന്നു ഞാൻ അംബേദ്കറിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ അംബേദ്കറിസ്റ്റ് എന്ന് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ബ്രാഹ്മണിസത്തിനെതിരാണ്, ബ്രാഹ്മണർക്കെതിരല്ല. പക്ഷെ ഇവരൊക്കെ എന്തോ ബ്രാഹ്മണർക്ക് പോലും എതിരായ പോലെയാണ് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന്. പിന്നെ മിസ്റ്റർ വേടൻ പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ജാതി പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് എന്താ പാണനില്ല, പറയുന്നില്ല, മറ്റതില്ല, ഒന്നുമില്ല, എനിക്ക് പറയാൻ മടിയില്ല, അങ്ങേക്ക് പറയാം. എന്നാലും ഒന്നുമില്ല എന്ന് പറയുന്ന നേരത്തെ ഒന്നുമില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ എന്തിനാണ് ഈ ജാതീയമായിട്ട് ഇതാക്കി എന്ന് പറയേണ്ട ആവശ്യം? ഇല്ലാത്ത ആൾക്ക് അത് ഉണ്ടാകരുത്, എവിടെയും പറയേണ്ട ആവശ്യമില്ല, അതിന്റെ അവകാശവാദത്തേക്ക് പോകരുത്. അപ്പൊ കാര്യത്തോട് അടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയണം. അപ്പൊ ജാതി ഇല്ലാത്തവന് അവന്റെ കലയിലും ജാതി പ്രകടമാകാൻ പാടില്ല, മതം അതാണ് അംബേദ്കറിസം. അംബേദ്കർ ജാതി ഉന്മൂലനത്തെ കുറിച്ചാണ് പറഞ്ഞത്, ജാതി വേണം എന്നല്ല പറഞ്ഞത്. അപ്പൊ ജാതി ഉന്മൂലനമാണ് അംബേദ്കർ ലക്ഷ്യം വെച്ചത്. അംബേദ്കർക്ക് മതേതരത്വം എപ്പോഴും ഉള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ മതേതരത്വമാണ് ഇവരൊക്കെ മതേതരത്വം എന്ന് പറയുന്നൊരു വാക്ക്. മതേതരത്വമാണെങ്കിൽ മതം തെരഞ്ഞിട്ടുള്ള യുദ്ധമാവരുത്. കാരണം ഹിന്ദുവിനെ മാത്രം ലക്ഷ്യം വെക്കുന്നു. ഹിന്ദു എന്തൊരു മോശമാണ്, ആ ഹിന്ദുവിൽ തന്നെയാണ് ഈ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വയം ഇവരൊക്കെ ആത്മപരിശോധന നടത്തണം. ഇവർ ഈ ജനതയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ആകണം എന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ, അല്ലാണ്ട് ആണെന്ന് പറയുകയല്ല. അപ്പൊ ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സ്രോതസ്സുകൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവും. കാരണം അല്ലാണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, പ്രൊമോഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായിക്കൂടെ, ഉണ്ടാവട്ടെ. പക്ഷെ കുറച്ച് അതൊക്കെ നന്മയുടെ ഭാഗമായാൽ, ഇല്ല നന്മയുടെ അല്ലെങ്കിൽ അത് നന്മയുടെ ആക്കാൻ ഇവർക്ക് പറ്റണം. ഇവരുടെ സംഗീതത്തിലൂടെ ഇവരുടെ കഴിവുകളിലൂടെയൊക്കെ ഇവർക്ക് ആക്കാൻ പറ്റണം. എന്നിട്ട് അത് ഈ ജനതയ്ക്ക് കൂടി ഗുണമുള്ള രീതിയിലാക്കലുണ്ട്. രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന വിധ്വംസക ശക്തികൾക്ക് കൂട്ടുനിന്നുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിന് നമുക്ക് വിരോധമില്ല. പക്ഷെ മറിച്ച് ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും മോശമാക്കുന്ന രീതിയിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളെന്നുവെച്ചാൽ ആത്മീയ ആചാര്യനാവുന്നത് കൊണ്ടാണ് പരമാവധി ഈ രീതിയിൽ പറയുന്നത്. ഒരു സാധാരണക്കാരന്റെ വ്യവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ ശുദ്ധഭോഷ്കാണ്. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കുന്ന ഈ ആദിവാസി, പട്ടികജാതി, ദലിത് ആദിവാസി വിഭാഗങ്ങളൊന്നും അല്ലെങ്കിൽ ആ ജനതയുടെ ഒന്നും റെപ്രസെന്റേഷൻ ആണ് ഇവരെന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം ആ ജനത ഈ മണ്ണിന്റെ മക്കളാവുന്നത് കൊണ്ട് തന്നെ ഈ ലോകത്തുള്ള എല്ലാവരെയും സഹോദരങ്ങളായി കാണാനേ പറ്റുള്ളൂ. ഏറ്റവും ക്ഷമയുള്ള വിഭാഗമാണ് ഈ ജനത. എത്ര അടിച്ചമർത്തപ്പെട്ടും അവർക്ക് വേണമെങ്കിൽ അന്നേ അവർക്ക് പോരുതാമായിരുന്നു. പക്ഷെ ക്ഷമ, ഭൂമിയേക്കാൾ ക്ഷമയുള്ള ഒരു ജനത. അവരാരെയും ആക്ഷേപിച്ചിട്ടില്ല. ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാവരും റെസ്പെക്റ്റ് ഉള്ളവരാണ്, എല്ലാവരും ആദരിക്കുന്നില്ലേ. ചുറ്റുള്ള ആൾക്കാർ നിങ്ങൾ എന്നൊക്കെയാണ് ഇപ്പോഴും ഇത്തരം പരമ്പരയുള്ള ആൾക്കാരൊക്കെ പറയാൻ, പ്രായം കൂടിയവരും കുറഞ്ഞവരൊക്കെ. അതുകൊണ്ട് അത് മനസ്സിലായിക്കൊണ്ട് നമ്മളൊക്കെ പറയുന്ന ഒരുപാട് ആചാരാനുഷ്ഠാന പദ്ധതികൾ അതിന്റെ കാഴം ഈ ജനതയുടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ മനസ്സിലാക്കുക. അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പട്ടികജാതി എന്ന് പറയുമ്പോൾ ആ പട്ടികജാതിയെ നിങ്ങൾ ധാർമ്മികമായി നിയമപരമായിട്ടൊക്കെ നേരിടുന്ന സമയത്ത് ആ പക്ഷത്ത് നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ നിൽക്കുന്നത് ധർമ്മപക്ഷത്താണ്, നീതിയുടെ പക്ഷത്താണ്. അതൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. മാന്യപ്രേക്ഷകരെ, ഇതിൽ പരം ഒന്നും പറയാനില്ല. കാരണം നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലെ യുവ തലമുറയൊക്കെ കരുതിയിരിക്കുന്നത്
അടിച്ചമർത്തപ്പെട്ട അതല്ലെങ്കിൽ അടിസ്ഥാന വർഗം, ഈ പറയുന്ന പട്ടികജാതി ആയിക്കോട്ടെ, ഇനി ആദിവാസി ഗോത്രങ്ങളായിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ് ഈ വേടൻ എന്ന് വിളിക്കുന്ന കിരൺദാസ് മുരളി ആയാലും വിനായകൻ എന്ന് വിളിക്കുന്ന ആ പ്രമുഖ ആർട്ടിസ്റ്റ്, വലിയ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള ആ വ്യക്തികളെയാണ് ഇവരെ പ്രതിനിധീകരിച്ചു കൊണ്ട് കാണുന്നത്, ഇവരെ മാത്രമാണ് കാണുന്നതെങ്കിൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇവർ നല്ല, ഇപ്പോ ബാബാജി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ അവരിൽ തന്നെ ഒരുപാട് പരിവർത്തനങ്ങൾ വരേണ്ടതുണ്ട്. നന്മയിലൂടെ സഞ്ചരിക്കുന്ന വിനായകന്റെ വാക്കുകളും മറ്റുള്ളതും ഒക്കെ നിയന്ത്രിച്ചാൽ അദ്ദേഹം എത്രയോ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള വലിയ കലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തെ കുറ്റം പറയാനോ അദ്ദേഹത്തെ ഒന്ന് പാർശ്വവൽക്കരിച്ച് ഏത് രീതിയിൽ സംസാരിക്കാൻ പോലും നമ്മൾക്കൊന്നും അവകാശമില്ല, അതിനുള്ള കഴിവോ നമ്മൾക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ വേടനോ വിനായകനോ അല്ല ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ യഥാർത്ഥ പ്രതിനിധികൾ എന്ന് കൃത്യമായിട്ടും അറിയാൻ വേണ്ടി മാത്രമാണ് ബാബാജി ഇത്രയെങ്കിലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമ്മളിലേക്ക് ഈ വാക്കുകൾ പ്രേക്ഷകരിലേക്ക് ഇടുന്നത്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വേടനായാലും ഈ വിനായകനായാലും ഈ പറയുന്ന ജാതി കാർഡ് ഇറക്കുക എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലൂടെ ഈ പറയുന്ന അടിസ്ഥാന വർഗം അവരെ പരിഹസിക്കുകയാണ്, അപമാനിക്കുകയാണ് കൂടുതൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. നമഃശിവായ.